ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ്. UDF ചേലക്കര നിയോജക മണ്ഡലം വനിതാ കൺവെൻഷൻ നടന്നു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ത്രീകളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രമ്യയെ എത്രയും ഭൂരിപക്ഷം കൂട്ടി കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കൂടുതലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ വനിതകളുടെയും ഉത്തരവാദിത്തം. കാരണം നമുക്ക് നമ്മുടെ കേരളത്തിൽ ആകെ ഒരു വനിതയെ മത്സരിക്കുന്നുള്ളൂ, അത് രമ്യ ഹരിദാസാണ്. രമ്യ ഹരിദാസിനെ നമുക്ക് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടുന്ന് വിജയിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വനിത അവിടെ ചെന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപോക്കാൻ നമുക്ക് ഇവിടുന്ന് തീർച്ചയായും നമ്മുടെ രമ്യയെ ഇവിടുന്ന് വിട്ടേക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകണം. മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് A. സൗഭാഗ്യവതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ ഇതുപോലെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കണമോ അതോ ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രമായി മാറണമോ എന്നുള്ളതാണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ചോദിക്കുവാനുള്ളത്. ഇന്ത്യ ഇതുപോലെ ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒട്ടനവധി വസ്തുതകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്രം ഭരിച്ച BJP ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ 10 വർഷക്കാലം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇവിടെ യുവാക്കളുടെ തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നുണ്ടോ? സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അതിനു വേണ്ട പരിഹാരങ്ങൾ എന്തെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? മറിച്ച് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് എന്താണ് ചെയ്യുന്നത്? അമ്പലം പണിയുന്നു, പ്രതിമകൾ പണിയുന്നു, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ വലിയൊരു കടക്കെണിയിലേക്ക് ഈ ജനങ്ങളെ എത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, നമ്മുടെ ടെലികോം കമ്പനികൾ, എന്തിന് കടൽ തീരം പോലും ഇന്ന് കോർപ്പറേറ്റുകൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. മറ്റു പ്രവർത്തകരായ ഐഷ ഉമ്മർ, M. മഞ്ജുള, കോൺഗ്രസ് നേതാക്കളായ PM അനീഷ്, PI ഷാനവാസ്, E. വേണുഗോപാലമേനോൻ, TM കൃഷ്ണൻ, PK മുരളീധരൻ, P. സുലൈമാൻ, T. ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്ത സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.